ഗൈസ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പിന്നെ ഈ ലുക്കിലിരിക്കുന്ന എന്തെന്ന് വെച്ചാൽ ഇപ്പോൾ പള്ളി കഴിഞ്ഞ് വന്നതേ ഉള്ളൂ. ഇപ്പം ഏകദേശം സമയം 4 മണിയാകാൻ പോകുന്നു. എനിക്ക് പള്ളിയിലേക്ക് ഇറങ്ങുന്ന ടൈമിലൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഒട്ടും സമയമില്ലായിരുന്നു, കാരണം 2:30-ആയിരുന്നു കുർബാന. ഞാൻ എണീറ്റത് 2:35. പിന്നെ ഓട്ടമായിരുന്നു. ഓടി 15 മിനിറ്റ് കൊണ്ട് പള്ളിയിലെത്തി. 50 പള്ളിയിലെത്തി. അധികം എത്തിയില്ലായിരുന്നു, എന്നാലും കുർബാനയ്ക്ക് കയറി. അതുകൊണ്ട് ഇറങ്ങുമ്പോൾ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പക്ഷെ കുഴപ്പമില്ല, ഇനി സമയമുണ്ടല്ലോ. നമുക്ക് ഇന്നത്തെ ദിവസം ഫുള്ള് വീഡിയോ എടുത്ത് അടിച്ച് പൊളിക്കാം. പിന്നെ പള്ളിയിൽ നിന്ന് ഞങ്ങൾക്ക് ചായയും പിന്നെ പുഴുങ്ങിയ മുട്ടയും കിട്ടി. അപ്പോൾ ഇനി ഞാനിത് കഴിച്ചിട്ട് പോയി കിടന്നുറങ്ങട്ടെ. അപ്പോൾ ഗൈസ്, ഞാൻ കുറച്ച് നേരമൊക്കെ ഉറങ്ങിയിട്ട് എണീറ്റ് അപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചു എന്നാൽ ഞാൻ നോയമ്പെടുത്തില്ല, എന്നാലും നോയമ്പ് മുറിക്കണമെന്നാണല്ലോ ഒരു ഇത്. അപ്പോൾ ഞാൻ ചപ്പാത്തിയൊക്കെ ചുട്ട് കഴിക്കാമെന്ന് കരുതി. അപ്പോൾ ഞാൻ അതിന് വേണ്ടി പാക്കറ്റ് ചപ്പാത്തിയാണ് ഗൈസ് ഞങ്ങൾ മേടിച്ചത്. അപ്പോൾ അത് ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതേ ഗൈസ്, ഞാൻ നല്ല ചപ്പാത്തിയും പിന്നെ ബീഫ് കറിയും റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിന് കഴിക്കാം. നല്ല സൂപ്പർ ടേസ്റ്റാണ് ഗൈസ്. കുറേ നാളായി ബീഫ് കറി കഴിച്ചിട്ട്, അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഒടുക്കത്തെ ടേസ്റ്റ്. നല്ല രസമുണ്ട് കഴിക്കാൻ. അപ്പോൾ ഗൈസ്, അവരിതേ പള്ളിയിലേക്ക് പോവുകയാണ്. ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഇന്നലെ രാത്രി പള്ളിയിൽ പോയ കഥ. ഞാൻ എണീറ്റപ്പോഴാണ് ഞാൻ അവരെ വിളിച്ച് എഴുന്നേൽപ്പിക്കുന്നത്. എന്നിട്ട് എന്നെ കൊണ്ടുവിടുമെന്ന് ചോദിച്ചത്. അപ്പോൾ അവർ ലേറ്റ് ആയതുകൊണ്ട് അവർ പോയില്ല, അവർ രാവിലെ പോകാമെന്ന് പറഞ്ഞു. എനിക്ക് രാത്രി പോകുന്നത് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ രാത്രി പോകാമെന്ന് പറഞ്ഞ് രാത്രി പോയി. ഇപ്പോഴത്തെ കേസ് അവർ പോവുകയാണ്. അവർ പള്ളിയിൽ പോയി. അപ്പോൾ ഇനി ഞാൻ കുറച്ച് നേരം കൂടെ പോയി കിടന്നുറങ്ങട്ടെ. ബൈ കേസ്. അങ്ങനെ അവർ പള്ളിയിലൊക്കെ പോയി കഴിഞ്ഞ് വന്നു. അവർ പള്ളിയിലൊക്കെ പോയി കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് ഞാൻ എണീറ്റായിരുന്നു. അപ്പോൾ ഈസ്റ്ററൊക്കെ അല്ലേ, എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഉണ്ടാക്കണമല്ലോ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാമെന്ന്. അപ്പോൾ അവർ പള്ളിയിൽ പോയി കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാനുള്ള പണിയിലാണിപ്പോൾ. ഇത് ഞാൻ ഫ്രൈഡ് റൈസിലിടാനായിട്ട് അരിഞ്ഞു വെച്ച വെജിറ്റബിൾസാണ്. ക്യാരറ്റും സവോളയാണ് ഞാൻ അരിഞ്ഞത്. സവോള ഞാൻ അരിഞ്ഞത് അത്ര ശരിയായില്ല, എങ്കിലും കുഴപ്പമില്ല. ഇത് അമ്മ സാലഡിന് വേണ്ടി അരിഞ്ഞു വെച്ചത്. അപ്പോൾ ഇതാണ് ഗൈസ് നമ്മുടെ ഫ്രൈഡ് റൈസും ബീഫ് കറിയും സർലാസും എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഓ, കാണുമ്പോൾ തന്നെ കൊതി വരുന്നു. അപ്പോൾ ഇനി ഞാൻ ഇത് കഴിച്ചിട്ട് ബാക്കി പറയാം. അങ്ങനെ ഫ്രൈഡ് റൈസൊക്കെ കഴിച്ച് കഴിഞ്ഞു. അപ്പോൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ ഉറക്കം മസ്റ്റാണല്ലോ. അപ്പോൾ അത് കഴിഞ്ഞ് കുറച്ച് നേരം ഉറങ്ങിക്കഴിഞ്ഞ് എണീറ്റപ്പോൾ അമ്മ പറഞ്ഞു, എന്നാൽ നമുക്ക് ഈസ്റ്റർ അല്ലേ, അമ്മ വീട്ടിൽ പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളങ്ങനെ അമ്മ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പുതിയ കണ്ണാടിയൊക്കെ വെച്ച കേസ്. എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളതും എനിക്ക് ചേരുന്നുണ്ടോ എന്നുള്ളതും ഒക്കെ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യേ. അങ്ങനെ കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് പിന്നെ ഞങ്ങൾ വീട്ടിൽ പോകാനായിട്ട് ഇറങ്ങി. അപ്പോൾ ഞാൻ നാളെ ഹോസ്റ്റലിലേക്ക് പോകും. അപ്പോൾ ആൻറ്റി കൊണ്ടുപോകാനായിട്ട് കുറച്ച് ചക്കവറുത്തൊക്കെ തന്നുവിട്ട്. ഇവിടെ വണ്ടി ഞങ്ങൾ വീട്ടിൻ്റെ അങ്ങോട്ടേക്ക് കയറ്റിയില്ല. അങ്ങോട്ടേക്ക് കയറ്റാനായിട്ട് വഴിയിൽ കുറച്ച് പ്രശ്നമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ താഴെ ഇട്ടിട്ട് നടന്നു പോയത്. അപ്പോൾ ഞാൻ തിരിച്ച് വണ്ടീൻ്റെ അടുത്തേക്ക് നടന്നുകൊണ്ടിരിക്കുക. അപ്പം ഇത്രയേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ എൻ്റെ വീഡിയോ. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു ദിവസം വേറൊരു വീഡിയോ ഞാൻ വീണ്ടും വരാം. അതുവരെ എല്ലാവർക്കും ബൈ.